ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ആണ്. ഓഗസ്റ്റ് മാസത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓരോ പേപ്പറും വായിച്ച് അതിനുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ആണ് ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 31 ദിവസം 25 ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രിപ്പയർഡ് ബൈ ദ സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഫോർ അഗ്രികൾച്ചറൽ സർവീസസ്? എന്താണ് ഈ ക്വസ്റ്റ്യൻ? അതായത് കാർഷിക സേവനങ്ങൾക്കായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനം, ഒരു ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് കതിർ ആപ്പ് എന്നാണ് അതിന്റെ പേര്. കാർഷിക സേവനങ്ങൾക്കായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനം എന്താണ്? കതിർ. KATHIR. അപ്പൊ കാർഷിക സേവനങ്ങൾക്കൊക്കെ ഒരു ഏകജാലകം സംവിധാനം വരികയാണ്. സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കതിർ ആപ്പ്. ചിങ്ങം 1-ന് കർഷക ദിനം എന്നാണ്? ചിങ്ങം 1-നാണ് അല്ലെ. കർഷക ദിനത്തിനാണ് നിലവിൽ വരാൻ പോകുന്നത്. കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫോർമേഷൻ റെപ്പോസിറ്ററി എന്നതിന്റെ ചുരുക്ക പേരാണ് കതിർ എന്ന് പറയുന്നത്. വെബ് പോർട്ടലായിട്ടും മൊബൈൽ ആപ്ലിക്കേഷനായിട്ടും രൂപപ്പെടുത്തിയിട്ടുണ്ട് കതിർ കേട്ടോ. ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ ഉൽപാദനോപാധികളുടെ ഉപയോഗം നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ മിതപ്പെടുത്തുന്നതിലൂടെ കാർഷിക ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രതീക്ഷ. കർഷകർക്ക് നേരിട്ട് കാർഷിക വിദഗ്ധരുമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുമായിട്ടും ആശയവിനിമയം നടത്തുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ആപ്പ് വഴിയൊരുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വില ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ, വിപണി, സാങ്കേതിക വിവരങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ തടസ്സങ്ങൾ മാറുമെന്നാണ് കരുതുന്നത്. ഈ ആപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുക, കൃഷി സംരക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശ സേവനങ്ങളും നൽകുക, ഒരൊറ്റ പ്ലാറ്റ്ഫോമില് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും ഏകീകരിക്കുക, കാലാവസ്ഥ അധിഷ്ഠിതമായി വിളകൾ കണ്ടെത്തുക, വിളവിസ്തീർണം, വിളവ് എന്നിവ കണക്കാക്കുക, വിതരണ ശൃംഖലയും സേവനവും ഉറപ്പാക്കുന്നതിന് മാർക്കറ്റ് ലിങ്കേജ് ആസൂത്രണം ചെയ്യുക, സർക്കാർ ആനുകൂല്യങ്ങളുടെയും പദ്ധതികളുടെയും നടപ്പാക്കലും നിരീക്ഷണവും, പ്രധാന കാർഷിക പരിപാടികൾ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാം ഈ ആപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന അർത്ഥത്തിൽ കാർഷിക മേഖലയിലെ രാജ്യത്തെ തന്നെ ആദ്യത്തെ സംയോജിത പോർട്ടലാണ് ഇത് കതിർ ആപ്പ് എന്ന് പറയുന്നത്. തികച്ചും കർഷക സൗഹൃദമായ ഒരു രൂപകൽപ്പനയാണ് കതിർ ആപ്പ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ഹു ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ്? ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മുഹമ്മദ് യൂനൂസ് ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ്. സംവരണ വിഷയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നിസ്സഹകരണ സമരം കലാപമായി ആളിക്കത്തിയതോടെയാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജിവെച്ചത്. അങ്ങനെയാണ് മുഹമ്മദ് യൂനൂസ് പ്രധാനമന്ത്രിയാകുന്നത്. 1971 ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്ന 30% സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച വിദ്യാർത്ഥി സമരമാണ് കലാപമായി അവിടെ വളർന്നത്. സംവരണം സുപ്രീംകോടതി ഇടപെട്ട് 5% കുറച്ചതോടെ സംഘർഷത്തിൽ കുറച്ച് അയവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം വീണ്ടും അവിടെ ശക്തമായി. 2 ദിവസത്തെ ഏറ്റുമുട്ടലിൽ 157 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരും പ്രക്ഷോഭകരെ നേരിടാൻ ഇറങ്ങിയതോടെ രാജ്യമെങ്ങും കലാപ അന്തരീക്ഷമായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ BSF സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രക്ഷോഭകാരികൾ ധാക്കയിലെ ഇന്ദിരാഗാന്ധി കൾച്ചർ സെന്റർ തകർത്തിരുന്നു. എയർ ഇന്ത്യയും ഇൻഡിഗോയും ധാക്കയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈ, ധാക്ക, ഇൻഡിഗോ വിമാനം കൊൽക്കത്തയിലേക്ക് വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കിടയിലും ട്രെയിൻ സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. അവസാനം ബംഗ്ലാദേശിൽ നിലവിലുള്ള പാർലമെന്റ് പിരിച്ചുവിട്ടു. പ്രസിഡന്റ് ആരാണ്? അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ്. എന്നിട്ടാണ് ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ചത്. അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മുഹമ്മദ് യൂനൂസിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. സമാധാന നോബൽ ജേതാവാണ് മുഹമ്മദ് യൂനൂസ്. യൂനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളുടെ ആവശ്യം. ഗ്രാമീണരുടെ ദാരിദ്ര്യം തടയാൻ സൂക്ഷ്മ വായ്പ നിക്ഷേപ പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ് യൂനൂസ് എന്ന് പറയുന്നത്. നിലവിൽ വിദേശത്തുള്ള യൂനൂസ് സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഏതാനും ദിവസം കൂടി ഇന്ത്യയിൽ തുടരുമെന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ലണ്ടനിലേക്കുള്ള തുടർ യാത്രയ്ക്ക് ചില തടസ്സങ്ങൾ നേരിട്ടതാണ് കാരണം. ബംഗ്ലാദേശിലേക്ക്
കേസുകളിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പു നൽകാൻ ബ്രിട്ടൻ തയ്യാറായില്ല എന്നാണ് സൂചന. അതീവ സുരക്ഷയിലെ രഹസ്യ കേന്ദ്രത്തിലാണ് ഹസീനയും സഹോദരി രഹാനയും ഇപ്പോഴുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് നടക്കുന്നതുകൊണ്ട് തന്നെ കുറെ അധികം സ്പോർട്സ് വാർത്തകളായിരിക്കും നമുക്ക് വരിക കേട്ടോ. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലെല്ലാം സ്പോർട്സ് വാർത്തകളായിരിക്കും കൂടുതലായിട്ടും വരിക. അപ്പൊ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹു ഹാസ് വോൺ ദ ഗോൾഡ് മെഡൽ ഇൻ മെൻസ് പോൾ വാൾട്ട് ഇൻ ദിസ് ഒളിമ്പിക്സ്? ഈ ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ ഗോൾഡ് മെഡൽ നേടിയത് ആരാണ്? പുരുഷ പോൾ വാൾട്ടിൽ സ്വർണം നേടിയത് ആരാണ്? Right answer is Armand Duplantis. Armand Duplantis has won the gold medal in men's pole vault in this Olympics. ഡുപ്ലൻസിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വർഷത്തിനിടെ 9 ലോക റെക്കോർഡുകൾ, 2 ഒളിമ്പിക് സ്വർണം, 2 ലോക ചാമ്പ്യൻഷിപ്പ് വിജയങ്ങൾ, ഇതൊക്കെയാണ് ഡുപ്ലൻസിന്റെ മികവുകൾ അല്ലെങ്കിൽ ഡുപ്ലൻസ് നേടിയ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. പോൾ വാൾട്ടിൽ 6.25 മീറ്റർ ചാടിയ അർമാൻഡ് ഡുപ്ലൻസ് കരിയറിൽ 9ാം തവണയാണ് ലോക റെക്കോർഡ് തിരുത്തുന്നത്. തന്റെ പേരിലുള്ള ലോക റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം തിരുത്തുന്നത്. ഒപ്പം ഒളിമ്പിക് സ്വർണം നിലനിർത്തുകയും ചെയ്തു. 2020 ഫെബ്രുവരിയിലായിരുന്നു ആദ്യ ലോക റെക്കോർഡ്. അത് 6.17 മീറ്റർ ആയിരുന്നു. 2020 ഫെബ്രുവരിയിൽ തന്നെ ആ ലോക റെക്കോർഡ് മറികടന്നു, 6.18 മീറ്ററായി. 2022 മാർച്ചിൽ 6.19 മീറ്ററായി. ആ വർഷം തന്നെ 6.20 മീറ്ററായിട്ട് വീണ്ടും തന്റെ തന്നെ റെക്കോർഡ് തിരുത്തി. 2022 ജൂലൈയിൽ, ആ വർഷം എന്നാൽ ജൂലൈ മാസത്തിൽ 6.21 മീറ്റർ. ഫെബ്രുവരിയിൽ 2023 ഫെബ്രുവരിയിൽ 6.22 മീറ്റർ. 2023 സെപ്റ്റംബറിൽ 6.23 മീറ്റർ. 2024 ഏപ്രിൽ 6.24 മീറ്റർ. 2024 ഓഗസ്റ്റിൽ 6.25 മീറ്റർ. ഇതൊക്കെയാണ് ഡുപ്ലൻസിന്റെ ലോക റെക്കോർഡുകൾ. അടുത്ത ചോദ്യമാണ് 4ാമത്തെ ചോദ്യം. ഹു ഈസ് ഇന്ത്യൻ പ്രസിഡന്റ് ഹു ഡിസേർവ് ദ ഹയസ്റ്റ് ഹോണർ ഓഫ് ഫിജി? ഫിജിയുടെ പരമോന്നത ബഹുമതിക്ക് അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി. 2024 കൂടി ചേർക്കാമല്ലേ, കറണ്ട് അഫയേഴ്സ് ആയത് കാരണം. ഫിജിയുടെ പരമോന്നത ബഹുമതിക്ക് അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് കേട്ടോ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണെന്നറിയാമോ? കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി എന്നാണ് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഋതു വില്യമെ സമ്മാനിച്ചത്. ഫിജി പാർലമെന്റിനെ ഇന്ത്യൻ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യക്കാരുടെ കൂട്ടായ്മയിലും രാഷ്ട്രപതി പങ്കെടുത്തിരുന്നു. ഫിജിയിലെ സന്ദർശനം പൂർത്തിയാക്കി ന്യൂസിലൻഡിലേക്ക് തിരിച്ച രാഷ്ട്രപതിയുടെ സംഘത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, എംപിമാരായിട്ടുള്ള സൗമിത്ര ഖാൻ, ജുഗൽ കിഷോർ എന്നിവരുമുണ്ട്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഹു ഈസ് ദ 5th പ്ലെയർ ടു അച്ചീവ് ദ ഗോൾഡൻ സ്ലാം? അതായത് ഗോൾഡൻ സ്ലാം കൈവരിക്കുന്ന 5ാമത്തെ താരം ആരാണ്? എന്താണ് ഒരു ഗോൾഡൻ സ്ലാം എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു കലണ്ടർ വർഷം തന്നെ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും, അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, US ഓപ്പൺ, ഒളിമ്പിക് സിംഗിൾസ് സ്വർണം നേടുന്നതിനാണ് ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ഗോൾഡൻ സ്ലാം കൈവരിക്കുന്ന 5ാമത്തെ താരം ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് നൊവാക് ജോക്കോവിച്ച്. ജർമ്മൻ വനിതാ താരം സ്റ്റെഫി ഗ്രാഫ് മാത്രമാണ് ടെന്നീസ് ചരിത്രത്തിൽ ഗോൾഡൻ സ്ലാം നേടിയ ഒരേ ഒരു താരം. 1988 സ്റ്റെഫിയുടെ നേട്ടം. കരിയറിൽ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒളിമ്പിക് സിംഗിൾ സ്വർണം നേടുന്നതാണ് ഈ കരിയർ ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച്. സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, ആന്ദ്രെ അഗസി, റാഫേൽ നദാൽ എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ച മറ്റുള്ളവർ. 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുടെ നിറപകിട്ടുള്ള തന്റെ ഷെൽഫിലേക്ക് സെർബിയൻ ടെന്നീസ് താരം തിളക്കമുള്ള ഒന്നും കൂടി ചേർത്തിരിക്കുകയാണ്. അതെന്താണ്? ഒളിമ്പിക് സ്വർണ്ണമാണ് അല്ലെ. റൊളാൻഡ് ഗാരോസിൽ നടന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ 37-കാരൻ ജോക്കോവിച്ച് തോൽപ്പിച്ചത് പുതുതലമുറയിൽ തനിക്ക് ഏറ്റവും വെല്ലുവിളി സൃഷ്ടിക്കുന്ന 21-കാരൻ കാർലോസ് അൽക്കാരസിനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കാർലോസ് അൽക്കാരസ് തോൽപ്പിച്ചത് നൊവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. എന്നാൽ ഇപ്രാവശ്യം ഒളിമ്പിക്സിൽ എന്താണ് സംഭവിച്ചത്? നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുകയാണ്. 21-കാരൻ കാർലോസ് അൽക്കാരസിനെ നൊവാക് ജോക്കോവിച്ച് തോൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷവും വിംബിൾട്ടൺ ഫൈനലിൽ തന്നെ തോൽപ്പിച്ച സ്പാനിഷ് താരം അൽക്കാരസിനെതിരെ ടൈ ബ്രേക്കറിലാണ് ജോക്കോവിച്ച് 2 സെറ്റും നേടിയത്. അൽക്കാരസ് വെള്ളിയും ഇറ്റലിയുടെ ലൊറാൻസോ മുസെറ്റി വെങ്കലവും നേടി. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ഹു ഈസ് എ ന്യൂ ആർമി മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ? ഹു ഈസ് ദ
ന്യൂ ആർമി മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ? ദ റൈറ്റ് ആൻസർ ഈസ് സാധന സക്സേന. ആർമി മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ ആയിട്ട് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ ചുമതല ഏറ്റിരിക്കുകയാണ്. പദവിയിലെത്തുന്ന ആദ്യ വനിതാ ഓഫീസറാണ് ആര്? സാധന സക്സേന. സായുധ സേന ഹോസ്പിറ്റൽ സർവീസസ് ഡയറക്ടർ ജനറൽ ആയിരുന്നു സാധന സക്സേന. പൂനെ ആൻഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. 1985 ആർമി മെഡിക്കൽ കോറിന്റെ ഭാഗമായത്. ഉത്തർപ്രദേശിലെ അലഹബാദ് സ്വദേശിയായ സാധനയ്ക്ക് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചിട്ടുമുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം പനിയൂർ സ്വദേശിയായ റിട്ടയർഡ് എയർ മാർഷൽ KP നായരാണ് ഭർത്താവ്. പ്രതിരോധ സേനകളിൽ 3 സ്റ്റാർ റാങ്കിലെത്തുന്ന രണ്ടാമത്തെ ദമ്പതികളാണ് ഇവർ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ഹു ഈസ് അപ്പോയിന്റഡ് ആസ് എ ന്യൂ UPSC ചെയർപേഴ്സൺ? ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ന്യൂ UPSC ചെയർപേഴ്സൺ? UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധൻ. UPSCയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് പ്രീതി സുധനെയാണ് നിയമിച്ചിരിക്കുന്നത്. 1983 ബാച്ച് ആന്ധ്ര കേഡർ IAS ഉദ്യോഗസ്ഥയായിരുന്നു പ്രീതി. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിട്ട് 2020 ജൂലൈയിലാണ് വിരമിച്ചത്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ പ്രതിരോധ മന്ത്രാലയങ്ങളിലെ ലോക ബാങ്ക് കൺസൾട്ടന്റ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ഇവർ 2022 ഡിസംബർ മുതൽ UPSC അംഗമാണ്. UPSC അധ്യക്ഷ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് പ്രീതി. 1996 അധ്യക്ഷയായിരുന്ന റോസ് മിലിയൻ മാത്യു ആണ് പദവി വഹിച്ച ആദ്യ വനിത. മനോജ് സോണി രാജിവെച്ചതോടെയാണ് പുതിയ ചെയർപേഴ്സണെ നിയമിച്ചത്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഫിലിം വോൺ ദ നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫിലിം 2022? 2022 നാഷണൽ അവാർഡ് നേടിയ ബെസ്റ്റ് ഫിലിം. അത് ഇപ്രാവശ്യമാണല്ലേ? ഇപ്രാവശ്യമാണ് 2024 അത് ഡിക്ലെയർ ചെയ്യുന്നത്. ഏതാണ് ഫിലിം എന്നാണ് ചോദ്യം. ഏതാണ്? ആട്ടമാണ്. മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ആട്ടമാണ്. എഡിറ്റ് വിഭാഗങ്ങളിലും ആട്ടത്തിന് തന്നെ അവാർഡ്. മികച്ച നടി ആരാണ്? മലയാളിയായിട്ടുള്ള നിത്യമേനോനാണ്. മാനസി പരേഖിനും അവാർഡ് കിട്ടിയിട്ടുണ്ട്. നടൻ ആരാണ്? ഋഷഭ് ഷെട്ടിയാണ്. ഋഷഭ് ഷെട്ടി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയും ദേശീയ അവാർഡിനുള്ള പ്രാദേശിക ജൂറിയും പാടെ തഴഞ്ഞ മലയാള ചിത്രമായിരുന്നു ആട്ടം. എന്നാൽ 2022 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ആ സിനിമയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ആട്ടത്തിന് അല്ലെ. ഫീച്ചർ വിഭാഗത്തിൽ മലയാളത്തിന് ലഭിച്ച 6 അവാർഡുകളിൽ 3ഉം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ആനന്ദ് ഏകർഷിക്കും. മികച്ച എഡിറ്റിംഗുള്ള പുരസ്കാരം മഹേഷ് ഭൂവന്തിനും ലഭിച്ചു. തമിഴ് ചിത്രം തിരുച്ചിരമ്പലത്തിലൂടെ നിത്യമേനോൻ മികച്ച നടിയായി. ഗുജറാത്തി ചിത്രം കച്ച് എക്സ്പ്രസിൽ അഭിനയിച്ച മാനസി പരേഖിനൊപ്പമാണ് പുരസ്കാരം പങ്കിട്ടത്. കന്നഡ ചിത്രം കാന്താരയിലൂടെയാണ് ഋഷഭ് ഷെട്ടി മികച്ച നടനായത് അല്ലെ. ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും കാന്താര നേടിയത്. സംവിധായകൻ കൂടിയായ ഋഷഭ് ഷെട്ടിക്ക് ഇരട്ട നേട്ടമായി. സൂരജ് ആർ ബർജാദിയാണ് മികച്ച സംവിധായകൻ. ചിത്രം ഹിന്ദി പടമായിട്ടുള്ള ഉഞ്ചായാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്കാണ് മലയാളത്തിലെ മികച്ച ചിത്രം. ഈ സിനിമയിലെ ചായും വെയിൽ എന്ന ഗാനത്തിലൂടെ ബോംബെ ജയശ്രീ മികച്ച ഗായികയായി. മാളികപ്പുറം എന്ന സിനിമയിലൂടെ ശ്രീപത് മികച്ച ബാലതാരമായി. ഫീച്ചർ ഇതര വിഭാഗത്തിലെ മലയാളികൾക്ക് 2 അവാർഡുകളാണുള്ളത്. ഫ്രം ദി ഷാഡോസ് എന്ന ഡോക്യുമെന്ററിയിലൂടെ മുംബൈ മലയാളിയായ മിറിയം ചാണ്ടി മെനാച്ചേരിക്ക് മികച്ച സംവിധായകയ്ക്കുള്ള അവാർഡ് നേടി. കോഴിക്കോട് പുല്ലൂരാമ്പാറ സ്വദേശി ജോഷി ബെൻഡിക്സിന്റെ എ കോക്കനട്ട് ട്രീ എന്ന നിശബ്ദ ചിത്രം മികച്ച അനിമേഷൻ ചിത്രത്തിനുള്ള പുരസ്കാരവും നേടി. അപ്പൊ നമുക്ക് നാഷണൽ അവാർഡ്സിനെ കുറിച്ച് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. 9ാമത്തെ ചോദ്യം, ഹു വോൺ ദ സ്റ്റേറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ ഇൻ 2023? 2023 സംസ്ഥാന അവാർഡിൽ ഏറ്റവും മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജാണ് അല്ലെ. പൃഥ്വിരാജാണ് മികച്ച നടൻ. മികച്ച ചിത്രം കാതലാണ്. മികച്ച സംവിധായകൻ ബ്ലെസ്സിയാണ്. ഏത് പടത്തിനാണ്? ആടുജീവിതത്തിനാണ് അല്ലെ. നടിമാർ ആരൊക്കെയാണ്? ഉർവശി, അതുപോലെ തന്നെ ബീന എന്നിവരാണ് മികച്ച നടിമാർക്കുള്ള അവാർഡ് നേടിയത്. മരുഭൂമിയിലെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ആടുജീവിതത്തിലൂടെ ബ്ലെസ്സിക്ക് 2023 മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി അല്ലെ. അതുപോലെ തന്നെ ഇതേ ചിത്രത്തിലൂടെ പൃഥ്വിരാജാണ് മികച്ച നടനായത്. കലാമേന്മയും ജനപ്രീതിയും ക്യാമറ, അവലംബിത തിരക്കഥ, മേക്കപ്പ് തുടങ്ങി 9 പുരസ്കാരങ്ങളാണ് വിഷ്വൽ റൊമാൻസ് നിർമ്മിച്ച ആടുജീവിതം കരസ്ഥമാക്കിയത്. ഏറ്റവും മികച്ച ചിത്രം ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കാതൽ ദി കോറാണ്. ഉള്ളൊഴുക്കിലൂടെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിലൂടെ ഉർവശിയും തടവിലെ ഉജ്ജ്വല പ്രകടനങ്ങളുടെ ബീന ആർ ചന്ദ്രനുമാണ് മികച്ച നടിമാരായത്.
ഫാസിൽ റസാഖാണ് മികച്ച നവാഗത സംവിധായകൻ. അജിത് കുമാർ സുധാകരൻ നിർമ്മിച്ച് അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരിക്ക് പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചു. ദൈവം എന്ന സിനിമയിലെ വയോധികനായ ഗാന്ധിയന്റെ മനോവേദനകളെ അവതരിപ്പിച്ച KC കൃഷ്ണനും ആടുജീവിതത്തിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനൊപ്പം മികവ് പുലർത്തിയ KR ഗോകുലിനും കാതൽ ദി കോറിലെ ആത്മസംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും കൈയടക്കത്തോടെ അവതരിപ്പിച്ച സുധീർ കോഴിക്കോടും ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. ഹു ആർ ദ UEFA Super Cup champions? The right answer is Real Madrid. Real Madrid are the UEFA Super Cup champions. ചാമ്പ്യൻസ് ലീഗ് വിജയികളും യൂറോപ്പ ചാമ്പ്യന്മാരും തമ്മിൽ നടക്കുന്ന സൂപ്പർ കപ്പ് മത്സരത്തിൽ 6ാം തവണയാണ് റയൽ ജേതാക്കളാകുന്നത്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. ഹു ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു വിൻ 2 മെഡൽസ് ഇൻ 1 ഒളിമ്പിക്സ്? അതായത് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? അത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യം, നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ചിട്ട് A to Z വരെ പഠിച്ചതാണ് അല്ലെ. ആരാണ്? റൈറ്റ് ആൻസർ ഇസ് മനു ബാക്കർ. മനു ബാക്കർ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു വിൻ 2 മെഡൽസ് ഇൻ 1 ഒളിമ്പിക്സ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത ഇനത്തിലെ വെങ്കലത്തിന് പിന്നാലെ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിന് വെങ്കലം നേടിയതോടെയാണ് മനു ചരിത്രം കുറിച്ചത്. മനു ബാക്കറും സരബ്ജോത് സിംഗും ചേർന്ന സഖ്യത്തിനാണ് മെഡൽ. 1900-ലെ പാരീസ് ഒളിമ്പിക്സിൽ നോർമൻ പ്രിച്ചഡ് അത്ലറ്റിക്സിൽ ഇരട്ട മെഡൽ നേടിയ ശേഷം ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? മനു ബാക്കർ. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം. ഹു ആർ ദ ഫാസ്റ്റസ്റ്റ് പ്ലെയേഴ്സ് ഇൻ പാരീസ് ഒളിമ്പിക്സ്? അതായത് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരങ്ങൾ ആരാണ്? റൈറ്റ് ആൻസർ ഇസ് നോഹ ലൈൻസ് ആൻഡ് ജൂലിയൻ ആൽഫ്രഡ്. US-ലെ നോഹ ലൈൻസും സെന്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡുമാണ് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരങ്ങളായത്. പുരുഷന്മാരുടെ 100 മീറ്ററിൽ 9.784 സെക്കൻഡിലാണ് ലൈൻസ് ഫിനിഷിംഗ് ലൈൻ കടന്നത്. 2004 സ്വർണം നേടിയ ജസ്റ്റിൻ ഗാറ്റ്ലിന് ശേഷം ഒളിമ്പിക്സിൽ 100 മീറ്റർ ചാമ്പ്യനാകുന്ന ആദ്യ US താരമാണ് ലൈൻസ്. വനിതാ 100 മീറ്ററിൽ 10.72 സെക്കൻഡിലാണ് 23-കാരിയായ ആൽഫ്രഡ് ഫിനിഷ് ചെയ്തത്. കിഷേൻ തോംസണും ഷാക്കർ റിച്ചാർഡ്സുമാണ് വെള്ളി നേടിയത്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ അവാർഡഡ് ദ ഒളിമ്പിക് ഓർഡർ, ദ ഹയസ്റ്റ് ഓണർ ഓഫ് ദ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി? അതായത് രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഇസ് അഭിനവ് ബിന്ദ്ര. ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായി. ഒളിമ്പിക് പ്രസ്ഥാനത്തുള്ള മികച്ച സംഭാവന നൽകിയവർക്കുള്ള ആദരമാണ് ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയ ബിന്ദ്ര വിരമിച്ചതിന് ശേഷം കായിക ഭരണരംഗത്ത് സജീവമാണ്. 2018 മുതൽ IOC അത്ലറ്റിക് കമ്മീഷൻ അംഗമാണ് 41-കാരനായ ബിന്ദ്ര. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ യുനെസ്കോ ലിസ്റ്റ് ഫ്രം ദ നോർത്തേൺ സ്റ്റേറ്റ്? അതായത് എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ ചരിത്ര സ്മാരകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ചെരായ്ദോയ് മൈദം. ഓക്കെ, അസമിലെ ചരിത്ര സ്മാരകമായിട്ടുള്ള ചെരായ്ദോയ് മൈദമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ ചരിത്ര സ്മാരകമാണ് മൈദം. അസമിൽ 600 വർഷത്തിലേറെ ഭരണം നടത്തിയ അഹോം രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും പിരമിഡ് മാതൃകയിലുള്ള ശവകുടീരങ്ങളാണ് ചെരായ്ദോയ് മൈദം എന്ന് പറയുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന യുനെസ്കോയുടെ പൈതൃക സമ്മേളനത്തിലാണ് പുതിയ സ്മാരകങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഇന്ത്യസ് കറന്റ് റാങ്ക് ഇൻ ദ ഗ്ലോബൽ അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഇൻഡെക്സ്? ഗ്ലോബൽ അഗ്രികൾച്ചർ എക്സ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ കറന്റ് റാങ്ക് എത്രയാണ്? 8ാമത്തെ റാങ്ക് ആണ് കേട്ടോ. ഇന്ത്യസ് കറന്റ് റാങ്ക് ഇൻ ദ ഗ്ലോബൽ അഗ്രികൾച്ചർ എക്സ്പോർട്ട് ഇൻഡെക്സ് എത്രാമത്തെ റാങ്ക് ആണ്? 8ാമത്തെ റാങ്ക് ആണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. റീസെന്റ് വേർ വാസ് ദ സാഗർ കവച് എക്സൈസ് ഹെൽഡ്? സാഗർ കവച് എക്സൈസ് ഹെൽഡ്. റീസെന്റ് വിച്ച് വേർ വാസ് ദ സാഗർ കവച് എക്സൈസ് ഹെൽഡ്? The right answer is Lakshadweep. Recently, where was the Sagar Kavach exercise held? Right answer is Lakshadweep. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഹാസ് ദ മോസ്റ്റ് എയർ പൊല്യൂഷൻ ഇൻ ദ വേൾഡ്? അതായത് ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം
സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQA റിപ്പോർട്ട് 2023 പ്രകാരമാണ് ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം ഏതാണ് എന്നുള്ളത് അവർ കണ്ടെത്തിയത്. ഏത് രാജ്യമാണ്? ബംഗ്ലാദേശ് ആണ് കേട്ടോ. അപ്പൊ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQA റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം അത് ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ബംഗ്ലാദേശിന് ആദ്യ സ്ഥാനമാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ അറിയണമല്ലേ. ലോകത്തെ ഏറ്റവും വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയാമോ? 3-ാം സ്ഥാനമാണ്. നഗരങ്ങളുടെ പട്ടികയിൽ ബീഹാറിലെ ബേഗുസാരായ് ആണ് ഒന്നാമത്. ഗുവാഹത്തി, ഡൽഹി എന്നീ നഗരങ്ങളാണ് യഥാക്രമം 2, 3 സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ, തജിക്കിസ്ഥാൻ, ബുർക്കിന ഫാസോ എന്നിവയാണ് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന ആദ്യ 5 രാജ്യങ്ങൾ. അതിൽ നഗരങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ എന്താണ്? ഇന്ത്യ തന്നെയാണ് ഒന്നാമത് വരുന്നത്. എന്നാൽ രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ ബംഗ്ലാദേശാണ് ഒന്നാമത്, രണ്ടാമത് പാകിസ്ഥാനാണ്, മൂന്നാമതാണ് ഇന്ത്യ. നമ്മൾ പറഞ്ഞു വായു മലിനീകരണമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. എന്നാൽ വായു നിലവാരമുള്ള 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, എസ്തോണിയ, ഫിൻലൻഡ്, ഗ്രനാഡ, ഐസ്ലൻഡ്, മൊറീഷ്യസ്, ന്യൂസിലാൻഡ് എന്നിവയാണ് ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ആരോഗ്യകരമായ വായു നിലവാരമുള്ള 7 രാജ്യങ്ങൾ. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യ ഇൻ UN ഹാപ്പിനെസ് ഇൻഡെക്സ് 2024? അതായത് 2024 UN ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ്? 126 ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമത് ആരാണെന്ന് അറിയാമോ? ഫിൻലൻഡ് ആണ് ഒന്നാമത്. തുടർച്ചയായ 7ാം തവണയാണ് ഫിൻലൻഡ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. 143 രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. നോർഡിക് രാജ്യങ്ങളായ ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വീഡൻ എന്നിവയാണ് ഫിൻലൻഡിന് പിന്നിലുള്ള രാജ്യങ്ങൾ. ഇസ്രായേലാണ് 5ാമത്തെ രാജ്യം. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, വേതനം, ആരോഗ്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഉദാരത, അഴിമതി എന്നീ 6 ഘടകങ്ങളിലൂന്നിയാണ് സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 126, മറക്കരുത്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. വിച്ച് ഇസ് ദ ഫാസ്റ്റസ്റ്റ് സോളാർ പവേർഡ് ബോട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ സൗരോർജ്ജ ബോട്ട് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ബരാക്കുഡ. ബരാക്കുഡ എന്ന പേര് നൽകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരു മീനിന്റെ പേരാണ് ബരാക്കുഡ എന്ന് പറയുന്നത്. അതാണ് ബോട്ടിന് നൽകിയിരിക്കുന്നത്, സോളാർ പവേർഡ് ബോട്ട്. ഓക്കെ, 12 നോട്ടിക്കൽ മൈൽ ഉയർന്ന വേഗവും ഒറ്റ ചാർജിൽ 7 മണിക്കൂർ റേഞ്ചും ബരാക്കുഡ ബോട്ടിന് ലഭിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. വിച്ച് സിറ്റി ഹാസ് ദ ലാർജസ്റ്റ് ഓഫീസ് കോംപ്ലക്സ് ഇൻ ദ വേൾഡ്? ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്ന നഗരം ഏതാണ് എന്നാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്ന നഗരം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് സൂറത്ത്. ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്ന നഗരം ഏതാണ്? സൂറത്താണ്. സൂറത്തിലെ ഗജോഡിൽ നിർമ്മിച്ച സൂറത്ത് ഡയമണ്ട് ബോർഡ്സ് 2023 ഡിസംബർ 17-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അതുതന്നെ ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം, ലാർജസ്റ്റ് ഓഫീസ് കോംപ്ലക്സ് ആയി മാറിയിരിക്കുകയാണ്. വജ്രവ്യാപാരത്തെ പൂർണ്ണമായി കേന്ദ്രീകരിക്കാനായി രൂപം കൊണ്ട കെട്ടിടം ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർക്കന്റൈൻ സിറ്റിയിൽ, ഡ്രീം സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലുപ്പത്തില് US പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗണിനെ മറികടന്നാണ് സൂറത്ത് ഡയമണ്ട് ബോർഡ്സ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഫസ്റ്റ് മലയാളി അത്ലറ്റ് ടു വിൻ 2 ഒളിമ്പിക്സ് മെഡൽസ്? അതായത് 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണ് അല്ലെ. 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളിയാണ് ശ്രീജേഷ്. എന്നാൽ ഹോക്കിയിൽ കേരളത്തിന്റെ അഭിമാന താരമായിട്ടുള്ള PR ശ്രീജേഷ് രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ സ്പെയിനെതിരായ വെങ്കല മെഡൽ ഉറപ്പിച്ച പോരാട്ടമായിരുന്നു ലോക ഹോക്കിയിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ ശ്രീജേഷിന്റെ വിടവാങ്ങൽ മത്സരം. തുടരെ 2ാം ഒളിമ്പിക്സിലാണ് ഹോക്കിയിൽ ഇന്ത്യ വെങ്കല മെഡൽ നേട്ടം കൈവരിക്കുന്നത്. 2 വിജയങ്ങളിലും കാവലാളായി നിന്നത് കൊച്ചി കിഴക്കമ്പലം സ്വദേശിയായ ശ്രീജേഷ് ആണ്. അങ്ങനെയാണ് 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി താരമായി ശ്രീജേഷ് മാറിയത്. 2006 20ാം വയസ്സിൽ സാഫ് ഗെയിംസിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീജേഷ് 328 രാജ്യാന്തര മത്സരങ്ങളിലാണ് ഇന്ത്യയുടെ ഗോൾ വല കാത്തത്. 2 ഒളിമ്പിക്സ് വെങ്കല നേട്ടം കൈവരിച്ച 36-കാരന്റെ പേരിൽ 2 ഏഷ്യൻ ഗെയിംസ് സ്വർണവും 2014 അതുപോലെ തന്നെ 2022 ഉണ്ട് കേട്ടോ. 2016 ലോക ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി വെള്ളി നേടിയപ്പോൾ ശ്രീജേഷ് ആയിരുന്നു ക്യാപ്റ്റൻ.
പാരീസ് ഒളിമ്പിക്സിലെ ഓവറോൾ ചാമ്പ്യൻസ് നേട്ടം ആരാണ് സ്വന്തമാക്കിയത്? US ആണ് അല്ലെ, അമേരിക്കയാണ് സ്വന്തമാക്കിയത്. 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും സ്വന്തമാക്കിയാണ് ചൈനയെ പിന്തള്ളി US പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനക്കാരായത്. 40 സ്വർണവും 27 വെള്ളിയും 24 വെങ്കലവുമാണ് ചൈനയുടെ നേട്ടം. ജപ്പാനാണ് 3-ാം സ്ഥാനം. അപ്പൊ ആദ്യം US, രണ്ടാമത് ചൈന, മൂന്നാമത് ജപ്പാൻ. ഓക്കെ, 20 സ്വർണവും 12 വെള്ളിയും 13 വെങ്കലവും ജപ്പാന്റെ നേട്ടം. 2028 US നഗരമായ ലോസ് ഏഞ്ചൽസിലാണ് അടുത്ത ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെയാണ്? പാരീസ് ഒളിമ്പിക്സിൽ 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകളുമായി ഇന്ത്യക്ക് 71-ാം സ്ഥാനമാണ്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയാണ് വെള്ളി നേടിയത്. ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം നിലനിർത്തി അല്ലെ. പുരുഷ ഗുസ്തിയിൽ 57 കിലോ വിഭാഗം അമൻ നെഹ്വത്താണ് 6-ാം മെഡൽ കുറിച്ചത്. ഷൂട്ടിംഗിൽ മനു ഭാക്കർ, സ്വപ്നിൽ കുസാലെ എന്നിവർ സിംഗിൾസ് ഇനങ്ങളിലും, മനു ഭാക്കർ സരബ്ജിത് സിംഗ് സംഖ്യ മിക്സഡ് ഇനത്തിലും വെങ്കലം നേടി. നമ്മൾ പറഞ്ഞായിരുന്നു. ഗുസ്തി ഫൈനലിൽ പ്രവേശിച്ച വിനേഷ് ഫോഗട്ട് ഭാരക്കൂടുതൽ മൂലം അയോഗ്യയാക്കപ്പെട്ടിരുന്നു. അതാണ് ഇതിൽ ഒരു വിഷമം എന്ന് പറയാനുള്ളത് അല്ലെ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് അത് മാത്രമാണ്. അതേപോലെ തന്നെ ഒളിമ്പിക് ചരിത്രത്തിൽ ഒരേ ഇനത്തിൽ 5 സ്വർണം നേടുന്ന ആദ്യ കായിക താരം എന്ന ബഹുമതി ക്യൂബയുടെ ഇതിഹാസ താരം മിയാൻ ലോപ്പസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 5 ഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യത്തെ ഗുസ്തി താരമാണ് മിയാൻ. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം 130 കിലോഗ്രാം ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ സ്വർണം സ്വന്തമാക്കിയാണ് ലോപ്പസ് വിടവാങ്ങൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2008 ബെയ്ജിങ്ങിലായിരുന്നു ആദ്യ നേട്ടം. അപ്പോൾ ഒരേ ഇനത്തിൽ 5 സ്വർണം അല്ലേ. അടുത്ത ചോദ്യമാണ് 22ാമത്തെ ചോദ്യം. ഇൻ വിച്ച് 2 states ഹാസ് ദ സെൻട്രൽ ഗവൺമെന്റ് റീസെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ന്യൂ പീകോക്ക് സാങ്ച്വറീസ്? ഇൻ വിച്ച് 2 states ഹാസ് ദ സെൻട്രൽ ഗവൺമെന്റ് റീസെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ന്യൂ പീകോക്ക് സാങ്ച്വറീസ്? The right answer is Karnataka and Kerala. In Karnataka and Kerala, central government recently established new peacock sanctuaries. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. വെൻ ഈസ് വേൾഡ് ലങ് ക്യാൻസർ ഡേ ഒബ്സർവ്ഡ് എവറി ഇയർ? എന്നാണ് വേൾഡ് ലങ് ക്യാൻസർ ഡേ? എന്നാണ് ഓഗസ്റ്റ് 1-നാണ് വേൾഡ് ലങ് ക്യാൻസർ ഡേ. അതിന്റെ തീം എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, എവ്രി വൺ ഡിസേർവ് ആക്സസ് ടു ക്യാൻസർ കെയർ എന്നുള്ളതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1-നാണ് വേൾഡ് ലങ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത്. അതിൻ്റെ തീം എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, എവ്രി വൺ ഡിസേർവ് ആക്സസ് ടു ക്യാൻസർ കെയർ. 24ാമത്തെ ചോദ്യം. വേർ ഈസ് ഫ്യൂച്ചറിസ്റ്റിക് എക്കോ സിറ്റി കോൾഡ് നിയോം ബീങ് ബിൽറ്റ്? എവിടെയാണ് ഫ്യൂച്ചറിസ്റ്റിക് എക്കോ സിറ്റി, നിയോം എന്ന പേരുള്ള ഫ്യൂച്ചറിസ്റ്റിക് എക്കോ സിറ്റി എവിടെയാണ് ബിൽഡ് ചെയ്യുന്നത്? എവിടെയാണ്? സൗദി അറേബ്യയിലാണ് കേട്ടോ. റൈറ്റ് ആൻസർ ഈസ് സൗദി അറേബ്യ. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. വേർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് 3D പ്രിന്റഡ് സ്കൂൾ ഇനാഗ്രേറ്റഡ് റീസെന്റ്? വേർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് 3D പ്രിന്റഡ് സ്കൂൾ ഇനാഗ്രേറ്റഡ് റീസെന്റ്? എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ GSS പാച്ചിൻ. ഓക്കെ, അരുണാചൽ പ്രദേശ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ GSS പാച്ചിൻ. ഓക്കെ, അപ്പം നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കൂടുതലും നമ്മൾ ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ പുരുഷതാരം, 100 മീറ്റർ ഓട്ടത്തിലെ ഏറ്റവും വേഗമേറിയ പുരുഷതാരം ആരായിരുന്നു? നോഹ ലൈൻസ് ആയിരുന്നു അല്ലേ. വനിതാ താരമോ? പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ വനിതാ താരം ആരാണ്? ജൂലിയൻ ആൽഫ്രഡ് ആണ് അല്ലെ. തുടർച്ചയായി 3 ഒളിമ്പിക്സുകൾ സ്വർണ്ണം നേടുന്ന ആദ്യ ഷോട്ട് പുട്ട് താരം റയാൻ ക്രൗസർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള നേട്ടം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരവും ഇങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ താരവും ആരാണ്? മനു ഭാക്കറാണ് അല്ലേ. മനു ഭാക്കറാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ മുൻ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് അല്ലെ. അഭിനവ് ബിന്ദ്രയാണ്. UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധനാണ് അല്ലെ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധൻ.
അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഗഗൻയാനിലെ ആദ്യ യാത്രികനായി ശുഭാൻശുവിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇൻഡോ US സഹകരണത്തിന്റെ ഭാഗമായി നാസയിൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്, അതായത് ISSലേക്ക് പോകാനുള്ള ദൗത്യ സംഘത്തിലാണ് ശുഭാൻശു ശുക്ല ഉൾപ്പെട്ടിട്ടുള്ളത്. 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിലാണ് ഇന്ത്യൻ യാത്രികനെ ISSൽ എത്തിക്കുന്ന പങ്കാളിത്തത്തിന് ധാരണയായത്. ഓക്കെ, ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നൊവാക് ജോക്കോവിച്ചിനെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല അല്ലെ. എന്താണ് കരിയർ ഗോൾഡൻ സ്ലാമിൽ നൊവാക് ജോക്കോവിച്ചിന് എന്താണ് കിട്ടിയിരിക്കുന്നത്? ഗോൾഡൻ സ്ലാം നേട്ടം കിട്ടിയിരിക്കുകയാണ്. കരിയർ ഗോൾഡൻ സ്ലാം നേട്ടം. ഒളിമ്പിക് ടെന്നീസ് പുരുഷ സിംഗിൾസ് സ്വർണം ചൂടി സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് കരിയർ ഗോൾഡൻ സ്ലാം നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. കരിയറിൽ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒളിമ്പിക് സിംഗിൾ സ്വർണവും നേടുന്നതാണ് കരിയർ ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച്. സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, ആന്ദ്രെ അഗസി, റാഫേൽ നദേൽ എന്നിവർക്കൊപ്പമാണ് ജോക്കോവിച്ച് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. 25 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, അതിൽ കൂടാതെ കുറേ അധികം എക്സ്പ്ലനേഷൻസ് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.